ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു യാത്ര പോവുക. ഞാൻ സാധാരണ എല്ലാ വർഷവും 2-3 പ്രാവശ്യം പോകുന്ന നമ്മുടെ സ്വന്തം മൂകാംബികയിലേക്കാണ്, കൊല്ലൂർ മൂകാംബികയിലേക്കാണ് ഈ യാത്ര. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോകളൊന്നും വരുന്നില്ല. ഉത്സവവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത്തവണ പോകുന്നത് ഞാനും എൻ്റെ ഒരു 4 സുഹൃത്തുക്കളും, മൊത്തം ഞങ്ങൾ 5 പേരാണ്. ഇത് ഞങ്ങളൊരു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതിന് കാരണം തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഹോളി സ്പെഷ്യൽ ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനകത്ത് പോകും. എല്ലാ ശനിയാഴ്ചയും കൊച്ചുവേളിയിൽ നിന്ന് പോകുന്ന ട്രെയിനുണ്ട്, ഗംഗാധർ എക്സ്പ്രസ്. അതിപ്പോൾ വരും. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളെ കാണിച്ചു തരാം. അപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ടാണ്, ഇതുണ്ടോ, നോയ്സാണ്. ഷൊർണൂർ കണ്ണൂർ ഇറ്റാലിയൻ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 163-12 കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. മൂകാംബികയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ട്രെയിനാണിത്, ഗംഗാനഗർ എക്സ്പ്രസ്. എല്ലാ ശനിയാഴ്ചയും 5:40-നാണ് കായംകുളത്ത് എത്തുന്നത്. അപ്പോൾ ഇത് രാവിലെ 6:15-6:45 ബൈന്ദൂരി എത്തും. ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ തൊട്ട് പുറയുള്ള ഹോളി സ്പെഷ്യൽ ട്രെയിനകത്താണ്. അപ്പോൾ അതെ, ഞങ്ങളുടെ വണ്ടി മൂവായി. അപ്പം ഞങ്ങളെല്ലാം ട്രെയിനകത്ത് കയറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് B2-ലും 2 പേര് B6-ലും. പക്ഷേ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് എത്രാമത്തെ പ്രാവശ്യം പോകുന്നത്? എണ്ണമില്ല. ഞാൻ 2000 മുതൽ ഇതുവരെ 25 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ബിജു അല്ലേ, കന്നിസ്വാമി. ഓക്കെ, അപ്പോൾ എങ്ങനെയാ നമ്മുടെ പ്ലാൻ? എങ്ങനെയാ വിനോദേ? നമുക്ക് രാവിലെ ബൈന്ദൂരിൽ നിന്ന് ഒരു ടാക്സി എടുക്കുക, അവിടെ പോവാൻ ഫ്രഷ് ആവുക, തൊഴുക. തൊഴുതിട്ട് നമുക്ക് ഇതുവരെ മുരുടേശ്വരം കണ്ടിട്ടില്ല, അതുപോലെ ബിജുവും പോയിട്ടില്ല, ബിജുവിനും കണ്ടിട്ടില്ല. മുരുടേശ്വരം പോയിട്ട് നമുക്ക് തിരിച്ച് വന്ന് അമ്പലത്തിൽ കൊടിയേറിയതുകൊണ്ട് നല്ല വൈകുന്നേരത്തെ ദീപാരാധന കണ്ടു. ക്ലൈമറ്റ് ചൂട്, നല്ല ചൂടാണ്. അത് മാത്രമല്ല നമ്മൾ ക്ഷീണിക്കും. സ്റ്റേ ആയിരുന്നെങ്കിൽ അല്ല, നമ്മള് മറ്റത്തെ രാവിലത്തെ അല്ല, മറ്റത്തെ വൈകിട്ടത്തെ ട്രെയിനാണ് ടിക്കറ്റ് നമുക്ക് ഒരു ദിവസം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലത്. അതാണ് കേട്ടോ, ആൾക്കാർ പോകാനുള്ളവരാണ്. അല്ല, ഇതിനകത്ത് കയറാൻ പറ്റിക്കുക. തൊഴുതിട്ടാണെന്നരാ എല്ലാ ലേശം പണിയാണ്. അതാ ചെങ്ങന്നൂര് വാഷിംഗ് മെഷീൻ സ്കീം സത്യന്റെ പേര് സത്യന്റെ വിനോദില്ല. 1 മണിക്കൂർ മതി. കോട്ടയം ആര്യാസ്. ഞാൻ വിളിച്ചട്ടെ, ഫോൺ ബിസി. കഴിഞ്ഞ ഓക്കെ. അങ്ങനെ ട്രെയിൻ എറണാകുളം എത്തി കേട്ടോ. B6 ഓക്കെ. അപ്പോൾ രാവിലെ കാണാം. അപ്പോൾ ശരി, ഓക്കെ. സന്ധിക്കും വണക്കം. അതെ, ഞാൻ പറയുന്നത് MS-ലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ വിട്ട് അവൻ ആളെന്ന് എല്ലാം അറിയാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിതാ സൂറത്കല്ലെത്തി. ഈ വണ്ടിക്കകത്ത് പാൻട്രി ഇല്ലാത്തതുകൊണ്ടേ ചായയും കോഫിയും ഒന്നും ഇതിനകത്തില്ല. ഇവിടെ ഒരു കട പോലും കാണുന്നുമില്ല. ഇത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ.
മൂകാംബികയിലേക്ക് പോകുന്നവർക്ക് വരാൻ പറ്റുന്ന ഒരു ട്രെയിൻ നേത്രാവതിയാണ്. അതാകുമ്പോൾ ബൈന്ദൂർ ഇറങ്ങാം. പിന്നെ വേറെ കുറേ ട്രെയിനുകളുണ്ട് കേട്ടോ. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഗരീബ് രഥ് ഉണ്ട്. പിന്നെ ഭാവ്നഗർ എക്സ്പ്രസ് അതും വ്യാഴാഴ്ച ഉണ്ട്. പിന്നെ ഗാന്ധിധാം. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ സേനാപുരം കഴിഞ്ഞുള്ള സ്റ്റേഷനാണ്. ക്രോസിങ്ങിനായിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് സ്പെഷ്യൽ ട്രെയിനായതുകൊണ്ട് എല്ലാ വണ്ടികളും കയറ്റിയിട്ടുണ്ട്. ഇത് പോകുന്നു. നമ്മുടെ സമയം ഇന്നലെ കാണിച്ചിരുന്നത് 8:15. ഇപ്പം 9 മണി കാണിച്ചു. എനിക്കതൊരു 9:15 ആവും ബൈന്ദൂർ സ്റ്റേഷനിലെത്താൻ. അപ്പോൾ എല്ലാ ശനിയാഴ്ചകളും ഗംഗാനഗർ എക്സ്പ്രസ് കറക്റ്റ് ടൈമിൽ എന്തായാലും മൂകാംബിക റോഡിലെത്തി. അങ്ങനെ ഒടുവിൽ ബൈന്ദൂർ സ്റ്റേഷൻ എത്തിയണം. 9:15. So Goodbye. bye. Goodbye, special train. ഓ, ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഇറങ്ങാമെന്ന് നോക്കിയേ. അത് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ട്രെയിനകത്ത് വന്നവരെല്ലാം മൂകാംബികയിൽ ഇറങ്ങാമെന്ന് കേട്ടോ. മിക്കവാറും ടാക്സി നമുക്ക് കിട്ടൂടെ? അല്ലേ ബസ്സിൽ പോകല്ല. ഇത് നമ്മുടെ നടന്ന ബസ് സ്റ്റോപ്പാണ്. ബസ് പക്ഷേ അത് എല്ലാവരും നിർത്തിയിട്ടുണ്ട്. അതാ അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താണ് ഇന്ന് ഈ ട്രെയിനകത്ത് വന്ന സ്പെഷ്യൽ ട്രെയിനകത്ത് വന്നവരെല്ലാം മൂകാംബികയിലേക്കാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടുന്ന് ടാക്സി കിട്ടും. ടാക്സി ഇല്ലെങ്കിൽ ടാക്സി പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. ഞാനൊക്കെ ഇവിടെ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ഓടുമഞ്ഞ ഒരു ഒറ്റമുറി ഓഫീസായിരുന്നു. ഇന്നിതാ തൊട്ടടുത്ത് ബാർ ഹോട്ടൽ ഉൾപ്പെടെ ബൈന്ദൂരിൻ്റെ വളർച്ച. ഇന്നിവിടെ ടാക്സിക്കാർക്ക് കോളാ. അതിന് തൊട്ട് മുമ്പ് വന്ന മറ്റേ ഗംഗാനഗർ എക്സ്പ്രസ്സിൽ ഇതുപോലെ ആളുണ്ടായിരുന്നു. ഇവിടെ പ്രീപെയ്ഡ് കൗണ്ടർ തുടങ്ങി കേട്ടോ. ടാക്സിയുടെ പ്രീപെയ്ഡ് കൗണ്ടർ തുടങ്ങി. ഇവിടെ ഒരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഓ, ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച്. ഇത് പുതുതായിട്ട് ഇറങ്ങിയാലോ, കൊള്ളാലോ. എക്സിക്യൂട്ടീവ് ലോഞ്ച്. ഓക്കെ, നല്ല സെറ്റപ്പായിട്ടുണ്ട്. അടിപൊളി. സ്റ്റേഷൻ ആകപ്പാടെ മൊത്തത്തിൽ മാറിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഇവിടെ വരുന്നത് ടാക്സിയാണ്. ഇവിടെ മൊത്തം ടാക്സിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇക്കോ പിടിച്ചു. അതിനകത്ത് 7 സീറ്റാണ്. നമ്മൾ 5 പേരേ ഉള്ളൂ. ഇത് 900 ഇപ്പോഴത്തെ. നേരത്തെ കുറവായിരുന്നു. ടാക്സി, ഓട്ടോ ഉണ്ട്, പിന്നെ ഒമ്നി ഉണ്ട്, അതുപോലെ സ്വിഫ്റ്റ്, ഡിസയർ. വണ്ടി അപ്പോൾ ഈ ആൾക്കാരെല്ലാം എന്താ നടന്നു പോകുന്ന ബസ്സിന് പോകാൻ കേട്ടോ.
ഒരു 100-150 മീറ്ററേ കാണത്തുള്ളൂ കേട്ടോ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം. NH 66 ചേർന്ന് അതാണ് ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ വന്നാൽ ബസ് കിട്ടും. ഇത് NH 66. NH 66 1 കിലോമീറ്റർ മുൻപോട്ട് ചെയ്യുമ്പോൾ വീണ്ടും ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. നേരെ ചെല്ലുന്നത് കൊല്ലൂരിലേക്കാണ്. ഈ വണ്ടിയുടെ ഡ്രൈവർ അന്യായ സ്പീഡാണ് കേട്ടോ. വണ്ടി എടുത്തപ്പം നല്ലവൻ 80-100 എന്നും പറഞ്ഞ് നിൽക്കുക. ഇപ്പം നമ്മളിങ്ങോട്ട് വന്ന ആ റെയിൽവേ ലൈനിനെ ക്രോസ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇതാ റെയിൽവേ ലൈൻ. ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറുമായിട്ട് വഴക്കായി കേട്ടോ. അവൻ്റെ സ്പീഡ് കുറച്ച് പോകാൻ പറയുമ്പം അവൻ എൻ്റെ അടുത്ത് ചൂടാവും. അവൻ വലിയ കൂടിയ ഡ്രൈവറായത്. കേരളത്തിലെ ഡ്രൈവിംഗ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെല്ലാം ഡ്രൈവർമാരാണ്. 80, 100, 110 ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പശുക്കളും കിടാവും എല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട്. അതിങ്ങനെ എപ്പോഴും മേഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലോ എന്ന് പേടിച്ചായി പറയുന്നത്. അവൻ കേൾക്കണ്ടായി. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ഈ ഗോപുരം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു ഫീലിങ്സ് ആട്ടോ. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വനദേവത ദുർഗാക്ഷേത്രമുണ്ട്. അതാണ് ഇവിടെ. ഇപ്പോൾ ക്ഷേത്രത്തെ ഉത്സവത്തിന് കൊടിയേറി കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം സീരിയൽ ബൾബ് ഇട്ടിട്ടുണ്ട്. രാത്രി നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് നിന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഈ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സും ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഇവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ KSRTC, കേരളത്തിൽ വരുന്ന KSRTC എല്ലാം സ്റ്റേ ചെയ്യുന്നത് ലളിതാംബിക റെസ്റ്റ് ഹൗസും. അപ്പോൾ ആ റെസ്റ്റ് ഹൗസിലാണ് ഈ വണ്ടിയെല്ലാം സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമുക്ക് താമസിക്കാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്താണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ശ്രീരാമകൃഷ്ണ റെസിഡൻസി എന്ന് പറയുന്ന, നമ്മൾ പണ്ട് മുതലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. കണ്ട ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ശ്രീരാമകൃഷ്ണ റെസിഡൻസിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീരാമകൃഷ്ണ റെസിഡൻസി. ഇത് ഇപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ് വരുന്നതിൻ്റെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റൂമിലെത്തി. റൂമിലെല്ലാവരും ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോകാനായിട്ട് തയ്യാറെടുത്തു. അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ സമയം 10:45. അപ്പോൾ ഈ ഉത്സവം നടക്കുന്നുണ്ട് 1:30 വരെ സമയം ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പോകണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂകാംബിയിലേക്കുള്ള യാത്രയുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പം ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ക്ഷേത്രത്തിലെ കാഴ്ചകളും അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ ശ്രീരാമകൃഷ്ണ റെസിഡൻസിയുടെ ഫോൺ നമ്പരും എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ തൊട്ടടുത്തൊക്കെ ഹോട്ടലുകളുണ്ട്. ക്ഷേത്രം തൊട്ടടുത്താണ്. അപ്പം ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അമ്പലം തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്ന സൗവർണിക്കുള്ള വഴിയായി ബൈക്ക് പോയില്ലേ, നേരെ കാണുന്ന ക്ഷേത്രം, ഇവിടുന്ന് അങ്ങോട്ട് പോയ ബസ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലുള്ള കാഴ്ചകളും വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെയും ബൈ. ബിജു റെഡി ആയല്ലോ അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, ഇതാ ബിജു റെഡിയായി വന്നു. ബാക്കിയുള്ളവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ റൂമാണ് കിട്ടി. ആ റൂം കൂടെ കാണിച്ചു തരാം. ഓക്കെ, റൂം റെഡി ആയല്ലോ. ഓക്കെ, അപ്പോൾ വിശാലമായ റൂമാണ് കേട്ടോ. 5 കട്ടിലാണ് പറയുന്നത്. അതിങ്ങനെയൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു 5-6 പേർക്ക് താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.